നമസ്കാരം. നവംബർ 14 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ജവഹർലാൽ നെഹ്റു ശിശുദിനം, കുട്ടികളുടെ ദിനം എന്നൊക്കെയാണ്. പക്ഷെ അതല്ലാതെ മറ്റൊരു പ്രധാന കാര്യം കൂടെ നവംബർ 14 വേൾഡ് ഡയബറ്റിസ് ഡേ ആണ്, ലോക പ്രമേഹ ദിനം. ഇന്ന് ഇന്ത്യയിൽ 10 കോടിയിലധികം ആളുകൾ പ്രമേഹവുമായി ജീവിക്കുന്നുണ്ട്. കേരളത്തിലും മോശമല്ല, 25% പ്രമേഹത്തിൻ്റെ വ്യാപനമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് ഈ വിഷയമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ദിവസത്തിൽ പ്രമേഹത്തെക്കുറിച്ചും പ്രമേഹത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചുമാണ് വിശദമാക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഈ പ്രമേഹ ദിനത്തിൽ പ്രമേഹത്തെക്കുറിച്ച് വിശദമാക്കാൻ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ജിൻസൺ പോളുണ്ട്. വെൽക്കം സർ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ലോകത്താകമാനം, ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലാം പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുതലാണ്. എന്താണ് പ്രമേഹം എന്ന് പറയുന്നത്? നമുക്ക് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. ഈ ഹോർമോൺ പാൻക്രിയാസ് എന്ന അവയവത്തിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് വളരെ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ ഇൻസുലിനോട് കറക്റ്റായി പ്രതികരിക്കാതിരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നത്. അപ്പോൾ ആ പേഷ്യൻസിന് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വരുന്നു. ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 2023 ഒരു ICMR പഠനം പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ആകമാനം 11% ഡയബറ്റീസിൻ്റെ പ്രിവലൻസ്, ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ പ്രിവലൻസ്. അത് പക്ഷേ കേരളത്തിൽ നോക്കുമ്പോൾ 25%. ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ നമ്മുടെ പ്രിവലൻസ്, നാഷണൽ ആവറേജിനേക്കാളും ഇരട്ടിയിൽ കൂടുതലാണ് നമ്മുടെ പ്രിവലൻസ്. അപ്പോൾ വേൾഡ് ഡയബറ്റീസ് ഡേ നമ്മൾക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മുടെ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് ഒരുപാട് കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. ജീവിതശൈലിയാണ് പ്രധാനമായിട്ടും പറയാം, അല്ലേ? അതെ. അപ്പോൾ ഈ ഡയബറ്റീസ് നമുക്ക് ഇപ്പം നമ്മളുടെ പോപ്പുലേഷനിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമ്മളുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ വ്യായാമമില്ലാത്ത അവസ്ഥ, കൂടുതൽ സ്ട്രെസ് നമ്മൾ അഭിമുഖീകരിക്കുന്നു, ഇതെല്ലാം നമ്മളുടെ ഡയബറ്റീസ് വരുന്നതിനുള്ള കാരണങ്ങളാണ്. ജനറ്റിക് റീസൺസും ഉണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് കൂടെ നമുക്ക് ഡയബറ്റീസ് വരാം. ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് എടുക്കുകയാണെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. നമ്മുടെ ഫാമിലിയിൽ പാരൻസിന് അല്ലെങ്കിൽ സിബ്ലിങ്സിനൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കും ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ടൈപ്പ് 1 പ്രമേഹം അതൊരു ഓട്ടോഇമ്മ്യൂൺ അസുഖമാണ്. അതിൽ ജീൻസും ഇൻവോൾവ് ആണ്, പക്ഷേ ഓട്ടോഇമ്മ്യൂൺ അസുഖമാണ്. നമ്മുടെ ശരീരത്തിലെ ചില ആൻറ്റിബോഡീസ് നമ്മുടെ പാൻക്രിയാസിന് എതിരെ ആക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. അങ്ങനെ പാൻക്രിയാസിനെതിരെ ആക്ട് ചെയ്യുകയും ഇൻസുലിൻ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. പിന്നീട് വേറെ കുറേ ജനറ്റിക് ഫോംസ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ഡയബറ്റീസ്, യങ് ആളുകൾക്ക് വരുന്ന എന്നാൽ ടൈപ്പ് 1 അല്ലാത്ത ഷുഗറാണ് അത്. ഈ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്, MODY എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഫോം ഓഫ് ഡയബറ്റീസ് ആണ്. ഇതെല്ലാമാണ് നമ്മളുടെ ഡയബറ്റീസ് കൂടുതലായി കാണപ്പെടുന്നതിനുള്ള കാരണങ്ങൾ. കേരളത്തിൽ ഒരു ഫുഡ് ഹബ്ബായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഭക്ഷണ രീതിയിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം? പ്രധാനമായിട്ടും നമ്മൾ ഡയറക്റ്റ് ഷുഗർ കൺസ്യൂമിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡയബറ്റീസ് വന്നിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെയിറ്റ് കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് റിസ്ക് സാധ്യത കൂടുതലുള്ള ആളുകൾ ഷുഗർ കട്ട് ഡൗൺ ചെയ്യാം. അങ്ങനെ കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് വേറൊരു കാര്യമുള്ളത് എണ്ണയുടെ ഉപയോഗം. എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എണ്ണ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും കാലറി കൂട്ടുകയും നമുക്ക് വെയിറ്റ് ഗെയിനുള്ള സാധ്യത, ഡയബറ്റീസ് വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൂടുതലായിട്ടും വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡിൻ്റെ പോർഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അമിതമായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഡയബറ്റീസ് വേഴ്സൺ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക, പോർഷൻ കൺട്രോൾ ആണ് പ്രധാനം. പിന്നീട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ടൈമിംഗ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കാതെ ഭക്ഷണം കഴിച്ച് ഒരു 2 hours കഴിഞ്ഞ്, അതായത് ഇടയിലുള്ള സ്നാക്സിൻ്റെ സമയത്ത് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതാണ്.
പിന്നെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ, എഗ്ഗ് അതല്ലെങ്കിൽ പ്ലാൻ പ്രോട്ടീൻ ആയിട്ടുള്ള പൾസസ് കൂടുതലായിട്ട് കഴിക്കുന്നത് നമുക്ക് ഡയറ്റിൽ വരുത്താവുന്ന ഒരു നല്ല മാറ്റമാണ്. ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ആളുകൾക്ക് എപ്പോഴും പറയാ അരി ഭക്ഷണം കഴിക്കുന്ന, കേരളത്തിൽ പൊതുവെ അരി ഭക്ഷണം, ഈ അരി ഭക്ഷണം എത്രത്തോളം ഇതിന് കാരണമാകും? നമുക്ക് അരി ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ്, ക്വാണ്ടിറ്റി കുറയ്ക്കാന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പം മോർണിംഗ് നമ്മൾ അരി കൊണ്ടുള്ള ഇഡ്ഡലി, ദോശ അങ്ങനത്തെ ഇത് കഴിക്കാം, അത് അളവ് കുറയ്ക്കാം. ഇപ്പോൾ 2 ദോശ 2 ഇഡ്ഡലി ആയിട്ട് കുറയ്ക്കാം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, ചോറിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു മീൽ പ്ലേറ്റ്, ഐഡിയൽ മീൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു 50% നമുക്ക് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്. ഒരു 25% ആണ് നമ്മളുടെ സിറിയൽസ് വരുന്നത്. അതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 പോർഷൻ 25% പ്രോട്ടീൻ കൂടുതലുള്ളത്, എഗ്, ചിക്കൻ, ഫിഷ്, അതൊക്കെ. അപ്പം നോൺ വെജ് കഴിക്കുന്ന സമയത്ത് അധികം ഓയിലി ഫ്രൈ ഒഴിവാക്കിയിട്ട് നമുക്ക് ഓയിൽ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറിയായിട്ടുള്ളത് കൂടുതൽ കഴിക്കാം. അപ്പോൾ ഈ ഒരു മീൽ നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ നൈറ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. ഏർലി ഡിന്നർ കഴിക്കുന്നത് ഒരു നല്ല ശീലമാണ്. ഒരു 7-7:30 തന്നെ ഡിന്നർ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഒരാൾ പ്രമേഹ രോഗിയായി മാറുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? നമുക്ക് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 ലക്ഷണങ്ങൾ കാണാം. ഒന്ന്, നമ്മളുടെ വെയിറ്റ് ലോസ് വരാം. രണ്ടാമത്, നമുക്ക് കൂടുതലായിട്ടും അമിതമായിട്ട് ദാഹം അല്ലെങ്കിൽ വിശപ്പ് അനുഭവപ്പെടാം. പിന്നെ കൂടുതലായിട്ട് യൂറിനേഷൻ, രാത്രിയെല്ലാം എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടീഷൻ വരാം. ഇത് 3ആണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ മറ്റ് ചില ലക്ഷണങ്ങളുണ്ട്. കൈകാലിൽ തരിപ്പ് വരാം, എന്തെങ്കിലും മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള താമസം വരാം, ഇൻഫെക്ഷൻസ്, യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് കാണാം, കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടാം. ഇതെല്ലാമാണ് ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഒരു ലക്ഷണം ഇല്ലാതെ തന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാം. അപ്പോൾ ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമല്ല ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. ലക്ഷണങ്ങളില്ലെങ്കിലും നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ പ്രമേഹത്തിൽ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ടൈപ്പ് 2 പ്രമേഹമാണ് 90% ആളുകളിലും. പിന്നീട് കുറഞ്ഞ ശതമാനം ആളുകളിൽ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഓട്ടോഇമ്മ്യൂൺ അസുഖമാണ്. ഈ ആൻറ്റിബോഡി നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ബാധിക്കുന്നു, അങ്ങനെ ഇൻസുലിൻ്റെ അളവ് കുറയുന്നു. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇത് കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഒരു 10-15 വയസ്സിന് താഴെ ഉള്ള കുട്ടികളിലാണ് ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ടൈപ്പ് 2 ഡയബറ്റീസ്, അത് കുറച്ചുകൂടി പ്രായം ഉള്ള ആളുകൾക്കാണ്. മുമ്പെല്ലാം നമ്മളൊരു 35-40 വയസ്സിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു നേരത്തെ വരുന്നുണ്ട്. ഒരു 25-20 ഇയേഴ്സിലൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ കോശങ്ങൾ ഇൻസുലിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാവും ബോഡിയിൽ, പക്ഷേ ബ്ലഡ് ഷുഗർ കൂടി തന്നെ നിൽക്കും. അതിന് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ്. അത് കൂടുതലും വെയിറ്റ് ഉള്ള ആളുകളിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ കാണാം. പിന്നെ മറ്റ് ടൈപ്പ് ഓഫ് ഡയബറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഷുഗറാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പിന്നെ പാങ്ക്രിയാറ്റിക് ഡയബറ്റീസ് ഉണ്ട്. നമ്മുടെ പാങ്ക്രിയാസിനെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. പാങ്ക്രിയാസിൽ കല്ല് വരിക, അല്ലെങ്കിൽ പാങ്ക്രിയാസിൻ്റെ സൈസ് കുറയുക, പാങ്ക്രിയാസ് സർജറി കഴിഞ്ഞ ആളുകൾക്ക്, ഇങ്ങനെയുള്ള ഡയബറ്റീസാണ് പാങ്ക്രിയാറ്റിക് ഡയബറ്റീസ്. പിന്നെ ജനറ്റിക് ഫോംസ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് യങ്, MODY എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ചെറിയ വയസ്സിൽ തന്നെ ഡയബറ്റീസ് കാണുന്നതാണ്. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസ് അല്ല. അത് ഒരു സ്പെസിഫിക് ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം വരുന്ന ഡയബറ്റീസ് ആണ്. അതിനാണ് MODY എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ചില അസുഖങ്ങളുണ്ട്. സിസ്റ്റിക് ഫൈബ്രോസിസ്, ജനറ്റിക് സിൻഡ്രോംസിലൊക്കെ ഡയബറ്റീസ് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ജനറ്റിക്സ് പറയുമ്പോൾ സാധാരണ രീതിയിൽ കാർഡിയാക് ഇഷ്യൂസിനൊക്കെ പ്രധാനപ്പെട്ട റോള് ജനറ്റിക്സ്. അത് പ്രമേഹത്തിൽ വരുമ്പോൾ എത്രത്തോളം ഉണ്ട്? നമ്മൾ ജനറ്റിക് റീസൺ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മുടെ പാരമ്പര്യമായിട്ട് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അത് നമ്മളുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ സിബ്ലിങ്സിന് ഷുഗർ ഉണ്ടെങ്കിൽ നമുക്കും ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ മറ്റ് ജനറ്റിക് ഫോംസ്, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മറ്റ് ജനറ്റിക് ഫോംസ് ഓഫ് ഡയബറ്റീസും നമ്മളുടെ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം ഷുഗർ വരുന്നതാണ്. ഇത് ഉണ്ടോന്ന് എങ്ങനെയാണ് സ്ക്രീൻ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമാണ്. ആർക്കൊക്കെയാണ് സ്ക്രീനിങ് ആവശ്യമായിട്ടുള്ളത്? സ്ക്രീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ലക്ഷണങ്ങൾ, ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് 35 വയസ്സിന് ശേഷം,
വർഷത്തിലൊരിക്കൽ ബ്ലഡ് ഷുഗർ ഉണ്ടോ, ഷുഗറിൻ്റെ അളവ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ്, നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ സഹോദരങ്ങൾ ആർക്കെങ്കിലും ഷുഗർ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും സ്ക്രീനിങ് ചെയ്യണം. ഇപ്പം സ്ത്രീകളാണെങ്കിൽ മുമ്പ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രഗ്നൻസിയിൽ അവർക്ക് നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആനുവലി ഷുഗർ ലെവൽ ഉണ്ടോ, ഹൈ ആവുന്നുണ്ടോ എന്നുള്ളത് ഈവൻ പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ശേഷവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും അത് വരാനുള്ള റിസ്ക് ഉണ്ട്. പിന്നെ വെയിറ്റ് കൂടുതലുള്ള അമിതവണ്ണമുള്ള ആളുകളൊക്കെ സ്ക്രീനിങ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടാവും, അതിപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റിറോയിഡ് മെഡിസിൻസ്, അതൊക്കെ വേറെ എന്തെങ്കിലും അസുഖത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മെഡിസിൻ എടുക്കുന്ന അല്ലെങ്കിൽ സൈക്യാട്രിക് മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസ് എല്ലാം ഷുഗർ വരുന്നുണ്ടോ എന്നുള്ളത് സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. ഗർഭിണികളുടെ കാര്യം പറഞ്ഞു. സാധാരണ രീതിയിൽ ഗർഭകാലത്ത് ഷുഗർ ഇൻക്രീസ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ് പ്രഗ്നൻസി സമയത്ത് മാത്രം കാണപ്പെടുന്ന ഷുഗർ. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ പ്രഗ്നൻസിക്ക് മുമ്പുള്ള വെയിറ്റ്, ഇപ്പം ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവർക്ക് ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യത അധികമുണ്ട്. നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺ വ്യത്യാസങ്ങളുണ്ടാകും. പ്ലാസൻ്റയിൽ നിന്ന് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമോൺസ് എല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നതാണ്, ഇൻസുലിനെതിരെ ആക്ട് ചെയ്യുന്ന ഹോർമോൺസാണ്. ഇത് ഷുഗർ ലെവൽ കൂട്ടാനും ഇൻസുലിൻ്റെ ആക്ഷൻ കുറയ്ക്കാനും അത് കാരണമാകുന്നു. പിന്നെ നമ്മളുടെ ജീവിതശൈലി, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാതിരിക്കുന്നതിലൂടെയും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക്, അവരുടെ അമ്മമാർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്തും അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ വേൾഡ് ഡയബറ്റീസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആൻഡ് വെൽനെസ് എന്നാണ്. അപ്പോൾ ഈ വെൽനെസ്സിന് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക? ഒരു പ്രമേഹത്തെ വരാതിരിക്കാനോ അല്ലെങ്കിൽ വന്നാൽ തന്നെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക? ഈ വർഷത്തെ വേൾഡ് ഡയബറ്റീസ് ഡേ തീം നിങ്ങൾ പറഞ്ഞു, ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ്. അത് നമ്മുടെ വർക്ക് പ്ലേസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും മാക്സിമം നമ്മളുടെ ഡേ ടൈമിൽ നമ്മളുടെ ലൈഫിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വർക്ക് പ്ലേസിലാണ്. അപ്പോൾ ഈ വർക്ക് പ്ലേസിൽ നമുക്ക് അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് നമ്മളുടെ ഫ്രണ്ട്ലി, ഡിസീസ് ഫ്രണ്ട്ലി ആവണം. ഇപ്പോഴും നമ്മൾ ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ പല വർക്ക് പ്ലേസിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ വളരെ സ്റ്റിഗ്മ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ തന്നെ ഇൻസുലിൻ എടുത്തു കൊടുക്കാൻ പലർക്കും, ടീച്ചേഴ്സിന് വരെ പേടിയായിട്ടുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇത് എല്ലാവരും ഡയബറ്റീസ് പേഷ്യൻസിനെ സഹായിക്കുന്നതിനും അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് കൂടിയിരുന്ന് അത് ഡിസ്കസ് ചെയ്ത് അവരെ കൂടെ നമ്മളുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാളാണെന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ടാസ്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയബറ്റീസ് ഉള്ള ആളുകളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ആയിരിക്കണം. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ്, അഥവാ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇൻസുലിൻ വെക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ വർക്ക് പ്ലേസിൽ ഉള്ളത് നല്ലതാണ്. കാരണം ഫ്രിഡ്ജ് നമുക്ക് ഇൻസുലിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു മരുന്നാണ്. അപ്പോൾ നമ്മളുടെ സപ്പോർട്ടാണ്, ഫാമിലി അതുപോലെ ഫ്രണ്ട്സ്, വർക്ക് പ്ലേസിലുള്ള സപ്പോർട്ട്, അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഡയബറ്റീസിൻ്റെ വെൽബീയിങ് നോക്കുമ്പം. പിന്നീട് നമ്മൾ ആസ് പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ മെഡിസിൻസ് വളരെ കൃത്യമായിട്ട് എടുക്കുക. പിന്നെ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ കാര്യമായിട്ട് ചെയ്യുക. അപ്പോൾ മെഡിസിൻ എടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, അവർ ഡയറ്റ് എക്സസൈസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒരു മെഡിസിൻസ് മാത്രം മതി ഷുഗർ കൺട്രോൾ ചെയ്യുന്നുള്ളത്. പക്ഷെ അത് തീർച്ചയായിട്ടും തെറ്റായ ധാരണയാണ്. അപ്പം ഡയറ്റ് അതുപോലെ എക്സസൈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെഡിസിൻ്റെ പോലെ തന്നെ. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മെഡിസിൻ്റെ അളവ് കുറയ്ക്കാനും ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ് വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഡയബറ്റീസ് വെൽബീയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് വന്ന ഒരാളുടെ വെൽബീയിങ് ആണ് പറഞ്ഞത്. പ്രേക്ഷകനോട് ഡോക്ടർക്ക് ഇത് വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മൾ ഇത് ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ റിസ്ക് കൂടുതലുള്ള ആളുകൾ, എസ്പെഷ്യലി ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ട്, അമിതവണ്ണം ഉള്ള ആളുകളൊക്കെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് ഒരു 5 മുതൽ വെയിറ്റ് കൂടിയുള്ള ആളുകളാണെങ്കിൽ 5 മുതൽ 10% വരെ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ, അവരുടെ ബേസ് ലൈൻ വെയിറ്റിൽ നിന്ന് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവർ ഡയബറ്റീസ് വരാനുള്ള റിസ്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്നു. ഈവൻ ഡയബറ്റീസ് റിവേഴ്സൽ കൂടെ ഇപ്പോൾ സാധ്യമാണ്. ഇപ്പോൾ ഡയബറ്റീസ് വന്ന ആളുകളാണെങ്കിലും അവർ 10-15% വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ ഡയബറ്റീസിന് കാരണമാകുന്ന എല്ലാ തരം പ്രശ്നങ്ങളും അവരുടെ ബോഡിയിൽ നിന്ന് മാറുന്നതാണ്. താങ്ക് യു സർ. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചും കൂടെ അറിയേണ്ടതുണ്ട്. അടുത്തതായി പ്രമേഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രോഗനിർണയം, ചികിത്സകൾ എന്തെല്ലാമാണ് എന്നാണ് വിശദമാക്കുന്നത്. അതിനായി നമ്മോടൊപ്പം ഡോക്ടർ വിഷ്ണു വാസുദേവ് ഉണ്ട്. വെൽക്കം സർ. നമസ്കാരം സർ. ഞങ്ങളിപ്പോൾ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ
പ്രമേഹവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രമേഹം വരുന്നത്, ജീവിതശൈലി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നെല്ലാം സംസാരിച്ചു. ഇനി ഒരു പ്രമേഹം വന്ന ആളുകളിൽ എങ്ങനെയാണ് അതിൻ്റെ രോഗനിർണയം? അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഡയഗ്നോസിസിൻ്റെ ഭാഗം. ആക്ച്വലി വളരെ സിമ്പിളാണ്. നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും 40% ആൾക്കാർ, അത് ലോകത്തിലുള്ള പ്രമേഹ രോഗികളിൽ 40% ആൾക്കാർക്ക്, അത് 10 പേർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അതിന് 4 പേർക്കും പ്രമേഹം ഉണ്ടെന്നുള്ള കാര്യം തന്നെ അറിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ പ്രമേഹത്തിന് വലിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ പറയും എൻ്റെ അടുത്ത് പലപ്പോഴും 300 ഉണ്ട് 400 ഉണ്ട് ഷുഗർ, എന്നിട്ടും അവർക്ക് എനിക്കൊരു രോഗലക്ഷണമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ടെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് തന്നെ സംശയമാവും. 300 ഷുഗർ കണ്ടിട്ട് അവർ വിചാരിക്കും എനിക്ക് ഒരു ലക്ഷണമില്ല, അപ്പോൾ ഇത് റിപ്പോർട്ട് തെറ്റായിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടിപടിയായിട്ട് ഷുഗർ കുറച്ചായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു വഴി, ഒന്നും വരില്ല, പലപ്പോഴും വരില്ല. നമ്മൾ ടിപ്പിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവും. ദാഹം കൂടുക, അല്ലെങ്കിൽ വിശപ്പ് കൂടുക, ക്ഷീണിക്കുക, കൈയും കാലും തളരുക, മൂത്രം കൂടുതൽ ഒഴിക്കുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും പല പേഷ്യൻസിനും, ആക്ച്വലി ഒട്ടുമുക്കാൽ പേഷ്യൻസിനും ഉണ്ടാവില്ല ലക്ഷണങ്ങൾ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു വഴി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്യലായിരുന്നു മുമ്പുണ്ടായിരുന്നത്, കാരണം അന്ന് അത് ഈസിലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ഷുഗർ 200-ന് മുകളിൽ പോകണം. അന്നത്തെ കാലത്ത് 200-ന് മുകളിൽ പോയാൽ മാത്രമേ ചികിത്സയും കൊടുക്കുള്ളൂ ഷുഗർ. അതുകൊണ്ട് നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് അത് മൂത്രത്തിലെ ഷുഗർ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ട്രീറ്റ്മെൻറ്റ് ലക്ഷ്യം തന്നെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളുടെ ഒരുപാട് പഠനങ്ങളിലൂടെ ക്ലിയറായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഷുഗർ കഴിയുന്നത്ര നോർമലാക്കി നിർത്തിയാൽ, നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, മെജോറിറ്റി പോപ്പുലേഷനും നോർമൽ എന്താണോ അതാണ് നോർമൽ. പിന്നെ പഠനങ്ങളിലൂടെ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി ഏതാണോ ഷുഗർ നോർമലായി നിർത്തേണ്ടത് അതാണ് നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ. അല്ലാതെ 200-250 ഒന്നും നോർമലല്ല. അതിപ്പോൾ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമല്ലോ, അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ 4 ടെസ്റ്റുകൾ അല്ലെങ്കിൽ 4 തരത്തിലാണ് പ്രമേഹം ഡയഗ്നോസ് ചെയ്യുക. അതിലൊന്ന്, എല്ലാം ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ഷുഗറാണ്. ഫാസ്റ്റിംഗ് ഷുഗർ 126-ന് മുകളിൽ പോയാൽ, 126 മുകളിൽ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഗൈഡ് ലൈൻ പ്രകാരമുള്ളത്. അബ്സല്യൂട്ടായിട്ടൊരു നമ്പർ ആക്ച്വലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഗ്രേഡഡ് റിസ്ക്കാണ്. അതായത് ഇപ്പോൾ 110 ആളും പെർഫെക്റ്റ്ലി നോർമലല്ല, അതുപോലെ 130 ആകുമ്പോഴേക്കും അങ്ങനെ അങ്ങോട്ട് പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. ആ ഒരു ഗ്രേഡറാണ്. ഇതിങ്ങനെ കൂടുന്തോറും റിസ്ക് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കട്ട് ഓഫ് വെക്കണമല്ലോ ഡയഗ്നോസ് ചെയ്യാൻ, അതിന് വെച്ചിരിക്കുന്നൊരു കട്ട് ഓഫാണ് ഫാസ്റ്റിംഗ് 126-ന് മുകളിൽ പോയാൽ ഡയബറ്റീസ് ആയി. ഇത് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു കട്ട് ഓഫ് നമ്പർ ഉള്ളത്. ഫാസ്റ്റിംഗ് 126-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് ഡയഗ്നോസ് ആയി. പിന്നെ ആഫ്റ്റർ ഫുഡ് 200-ന് മുകളിൽ പോയാൽ അത് രണ്ടാമത്തെ ക്രൈറ്റീരിയയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഫിറ്റായാൽ മതി. പിന്നെ മൂന്നാമത്തത് HbA1c ആണ്. അത് കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ഷുഗറിൻ്റെ, അത് 6.5-ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസ് ആയി. പിന്നെ ഇതൊന്നുമില്ലാതെ ലക്ഷണങ്ങളോടുകൂടി എപ്പോൾ ഷുഗർ നോക്കിയാലും 200-ന് മുകളിലുണ്ടെങ്കിലും ഡയബറ്റീസ് ആയി. അത് പക്ഷേ ലക്ഷണങ്ങൾ വേണം. ലക്ഷണങ്ങളുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് റാൻഡമായിട്ട്, അതിനാണ് റാൻഡം ഷുഗർ എന്ന് പറയാം, റാൻഡമായിട്ട് നോക്കുമ്പോൾ 200-ന് മുകളിൽ കാണുകയും ചെയ്തു, അതിൻ്റെ കൂടെ അയാൾക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുക. ഇങ്ങനെ 4 രീതിയിലാണ് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഹൈ എൻഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹൈ എൻഡ് ഇല്ല, ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പലരും നടന്നിട്ടാണ് വരിക 800 ഷുഗറുള്ള ആൾക്കാർ പറയും 800 നീ ഇങ്ങനെ നടക്കണോ എന്നൊക്കെ ചോദിക്കുക. അത് അറിയാത്ത ആൾക്കാർ പറയുന്ന കമൻറ്റുകളാണ്, ഡയലോഗുകളാണ്. 800 ആയാൽ പോലും ചിലപ്പോൾ ആൾക്ക് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആളുടെ ഉള്ളിൽ ആകെ താറുമാറായി കിടക്കുകയായിരിക്കും. ഇതൊരു ജിക്സോ പസിൽ മാതിരിയാണ്. അതായത് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ജിക്സോ പസിൽ നമ്മൾ പരത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പസിലിൻ്റെ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് പ്രമേഹവും. അതായത് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, മൂത്രത്തിൽ പ്രോട്ടീൻ കൂടുതലായിരിക്കും, BP കൂടുതലായിരിക്കും, തടി കൂടുതലുണ്ടാവും, മസിൽ വീക്ക്നെസ് ഉണ്ടാവും. ഇതെല്ലാം അയാളുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവും, കണ്ടുപിടിക്കാതെ പുറത്ത് വരാതെ. ഫാറ്റി ലിവർ ഉണ്ടാവും. പക്ഷേ ഇതിൽ പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്താൽ ബാക്കിയുള്ള എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഫിറ്റ് ആവും. അതുകൊണ്ടാണ് പ്രമേഹത്തിന് ഇത്ര ഇമ്പോർട്ടൻസ്. പ്രമേഹത്തിനെ പറ്റി ആൾക്കാർ ഇത്ര അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്കൊക്കെ പറഞ്ഞു. ഇനി സാധാരണ രീതിയിൽ ഇതിൻ്റെ ഒരു ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട് അല്ലേ, ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നു. ഏതൊക്കെ രീതിയിലാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി വരുന്നത്? 5 കൊല്ലം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിൽ. ഇപ്പോൾ മുമ്പ് ഇൻസുലിൻ കൊടുത്ത് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്ന ഡയബറ്റീസ് ഇപ്പോൾ പലപ്പോഴും പല മരുന്നുകൾ, ടാബ്ലറ്റ്സ് തന്നെ
കുറച്ച് കോസ്റ്റ്ലിയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതായതുകൊണ്ട്. പക്ഷേ അതിൻ്റേതായ ബെനിഫിറ്റ്സും ഉണ്ട്, അതുകൊണ്ടാണ് അത് കോസ്റ്റ്ലി ആവുന്നത്. ആക്ച്വലി ഇതൊരു തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്ക്. പൈസ കൂടിക്കഴിഞ്ഞാൽ വില കൂടിയ മരുന്നാണെങ്കിൽ ഡോസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് റിസ്ക് കൂടുതലാണെന്ന്. അങ്ങനെയല്ല, തെറ്റിദ്ധാരണയാണ്. ഏറ്റവും റിസ്ക് കൂടുതലുള്ള, സൈഡ് ഇഫക്റ്റ് കൂടുതലുള്ള മരുന്നിന് ഏറ്റവും വില കുറവായിരിക്കും, ചീപ്പസ്റ്റ് ആയിട്ടുള്ള മരുന്നിന്. കാരണം അതിന് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അത് വില കുറയുന്നത്. അതിന് മറ്റേതാകുമ്പോൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നതും അതുപോലെ വേൾഡ് ഓവർ അത്രയും ഡിമാൻഡുള്ളതായിട്ടുള്ള മരുന്നുകളാകുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല കമ്പനിക്ക്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ ഇഞ്ചക്ഷൻ രൂപത്തിലാണ്, ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഡെയിലി കഴിക്കുന്ന ടാബ്ലറ്റൊക്കെ ആയിട്ട് രൂപത്തിൽ പല നല്ല മരുന്ന്, GLP-1 റിസപ്റ്റർ ആനലോഗ് എന്നാണ് പറയുക ആ ഒരു മരുന്നുകൾ. അപ്പോൾ ആ മരുന്നുകൾ വന്നതിന് ശേഷം നമുക്ക് ഇൻസുലിൻ്റെ യൂസ് വളരെ കുറഞ്ഞു. പല ആൾക്കാരെന്നെ ചോദിക്കാറുണ്ട്, ഗുളികയാണോ കൂടുതൽ നല്ലത് അതോ ഇൻസുലിനാണോ കൂടുതൽ നല്ലത്, ഈ മരുന്നാണ് കൂടുതൽ നല്ലത്, ആ മരുന്നാണ് കൂടുതൽ. അങ്ങനെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നത് കൂടുതൽ നല്ലത് വേറൊന്നും മോശം അങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില കുറഞ്ഞ ചില മരുന്നുകൾ ആക്ച്വലി ചില പേഷ്യൻസിന് ഫിറ്റായിരിക്കും, അവർക്ക് അതായിരിക്കും നല്ലത്. അപ്പോൾ വില കുറഞ്ഞുകൊണ്ട് മാത്രം മോശമൊന്നും അങ്ങനെയൊന്നുമില്ല. ആൾക്ക് ഏതാണോ കൺട്രോൾ ആവാൻ, നമ്മൾ പറഞ്ഞില്ലേ HbA1c 6.5, HbA1c 6.5 താഴെ നിർത്താൻ, അല്ലെങ്കിൽ 7 താഴെങ്കിലും 7 താഴെങ്കിലും നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ കോംപ്ലിക്കേഷൻസ്, കിഡ്നി കോംപ്ലിക്കേഷൻസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, എല്ലാതരം കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആസ് ലോങ് ആസ് പോസിബിൾ നമുക്ക് എത്ര വൈകിക്കാൻ പറ്റുമോ. ഇപ്പോൾ നമുക്കൊരു 50 വയസ്സിൽ കോംപ്ലിക്കേഷൻ വരുന്ന പോലെയല്ല 75 വയസ്സിൽ വരുന്നത്. 50 വയസ്സിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും പീക്ക് ടൈമാണ്, നമ്മൾ സുഖമായി ജീവിക്കാം, റിട്ടയർ ചെയ്ത് ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പല ഗൾഫിൽ നിന്നുള്ള ആൾക്കാരും ഇവരൊക്കെ ഈ 50 വയസ്സ് വരെയും അവർ ശരിക്കും കൺട്രോൾ ചെയ്യില്ല, ഡയബറ്റീസും കൺട്രോൾ ചെയ്യില്ല, ഒരു കോംപ്ലിക്കേഷൻ അതുവരെ ഒന്നും ചെക്കപ്പ് ചെയ്യില്ല. ഇനി സമയമുണ്ടല്ലോ ഇപ്പോൾ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ 50 വയസ്സ് കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷൻ വന്നാൽ അയാൾ സമ്പാദിച്ച് വെച്ച പൈസ മുഴുവൻ അതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അത് മണ്ടത്തരാണ്. നമ്മളൊരു ബാലൻസാണ് ഏറ്റവും പ്രധാനം. ഇത്രയും കാര്യം പറയുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പം ഒരു പ്രമേഹ രോഗി മറ്റു അവയവങ്ങളെ ബാധിക്കുക, പ്രത്യേകിച്ച് കാഴ്ചയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലം വരുന്നു, അതൊക്കെ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞെന്നുണ്ടെങ്കിൽ കൂടി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ കോംപ്ലിക്കേഷൻസൊക്കെ ഡയബറ്റീസ് തുടങ്ങിയ മുതൽക്ക് കൺട്രോൾ ചെയ്യുന്നതിന് അനുസരിച്ചാണ് ഇതൊക്കെ വരാതിരിക്കുക. പ്രമേഹം തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 10 വർഷം നമ്മൾ നന്നായി കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ പറയുന്നത് ഇതാണ്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഷുഗർ, എന്തിനാ ഇപ്പം തന്നെ മരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ ആദ്യത്തെ ഒരു 10 വർഷം ശരിക്കും പ്രമേഹം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള റിസ്ക് കൂടുതൽ. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ, അതായത് 10 വർഷം കഴിഞ്ഞിട്ടും പ്രമേഹം കൺട്രോൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണിനെ ബാധിക്കുന്നത്, കിഡ്നീനെ ബാധിക്കുന്നത്, ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസൊക്കെ എല്ലാ കാലത്തും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആദ്യത്തെ 10 വർഷമാണ് ഈ ഹാർട്ട് അറ്റാക്ക് പോലത്തെ കോംപ്ലിക്കേഷൻസിന്, ഇതിനെ മാക്രോവാസ്കുലർ എന്ന് പറയുക, അതായത് വലിയ ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ്. അതൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ. ചെറിയ രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് കണ്ണിൻ്റെ പ്രശ്നം, അതുപോലെ കിഡ്നി പ്രശ്നമൊക്കെ. അപ്പോൾ ഷുഗർ നമ്മൾ നന്നായി കൺട്രോൾ ചെയ്യണത് ഈ കിഡ്നിക്കും കണ്ണിനുമൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുകളുണ്ടല്ലോ, അതായത് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന വില കൂടിയ മരുന്നുകൾ പറഞ്ഞത്, അത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ കൂടിയിട്ടുള്ള മരുന്നാണ്. അതൊക്കെ കൊണ്ടുകാണ് അതിന് ഇത്രയും വില കൂടുതൽ. വെറും പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ നമ്മുടെ ഗോള് ഈ മരുന്ന് കൊടുക്കുന്നതിനൊപ്പം തന്നെ പ്രമേഹം നിയന്ത്രിക്കണം, പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ ഒന്നും അഫക്റ്റ് ചെയ്യാനും പാടില്ല. മുമ്പ് അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അങ്ങനെയല്ല, അതിനെ പ്രൊട്ടക്റ്റ് കൂടി വേണം. കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മരുന്ന്, അതുപോലെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മരുന്ന്, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ അതിന് കുറച്ച് കോസ്റ്റ്ലിയും കൂടി ആയിരിക്കും. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഈ പ്രമേഹ രോഗികളിലുള്ളത് പാദസംരക്ഷണമാണ് അല്ലേ? ചെറിയൊരു മുറിവ് മതി അത് ഉണങ്ങാതിരിക്കാം, എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇപ്പോൾ പാദസംരക്ഷണം നമ്മൾ വന്ന മുതൽക്ക്, പ്രമേഹം തുടങ്ങിയ കാലം മുതൽക്ക് പറയേണ്ട കാര്യങ്ങളാണ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ആദ്യം നോക്കുക പേഷ്യൻ്റെ കാലാണ്. കാല് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏകദേശം ആളുടെ കൺട്രോൾ എങ്ങനെയായിരുന്നു, ഷുഗർ എത്ര. കാലിൻ്റെ അവസ്ഥ മോശമാണെന്നുണ്ടെങ്കിൽ പ്രമേഹം ഒന്നും ശരിക്കും ഇതുവരെ ചികിത്സിച്ചില്ല, നിയന്ത്രിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. കാലിൽ നല്ല കറുത്ത മാർക്കുകൾ, ബ്രൗൺ കളറിലും കറുത്ത നിറത്തിലുള്ള പാടുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും കാലിൻ്റെ മുകളിൽ മുഴുവൻ. അത് പ്രമേഹം നിയന്ത്രിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം. കാലങ്ങളായിട്ട് പ്രമേഹം നിയന്ത്രിക്കാതെ വെച്ചിട്ടാണ് ഈ കാലിൽ ഇങ്ങനത്തെ പാടുകൾ ഉണ്ടാവുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ വരുന്നതാണ് ന്യൂറോപ്പതി, അതുപോലെ സർക്കുലേഷൻ കുറവ്, കാലിലേക്കുള്ള രക്തോട്ടക്കുറവ്. ഇതൊക്കെ വരുമ്പോൾ കാലിങ്ങനെ ഇരിക്കും, ഇങ്ങനെ വളഞ്ഞും. അപ്പം നമുക്ക് നമ്മൾ ഈ കാല് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നടക്കുമ്പോഴൊക്കെ ആ പ്രഷർ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുള്ളൂ.
ഇതിങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ ന്യൂറോപ്പതി വന്ന് വളഞ്ഞു പോയാൽ ഈ ഭാഗത്തൊക്കെ പ്രഷർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ മുറിവുകൾ വന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ചവിട്ടി നടന്ന് അവർക്ക് വേദനയും ഉണ്ടാവില്ല. അതിൽ തന്നെ ചവിട്ടി നടന്നിട്ട് അവിടെ മുറിവ് വലുതാവും, പിന്നെ നോക്കില്ല. ശരിക്കും ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ് പല ആൾക്കാരും കാലിൻ്റെ അടിയിൽ മുറിവുണ്ടെന്നുള്ള കാര്യം തന്നെ മനസ്സിലാക്കും. നമുക്ക് സിമ്പിളായിട്ട് ശരിക്കും കാലിന് പറ്റിയൊരു ചെരുപ്പ് ഡിസൈൻ ചെയ്ത് അതിട്ട് നടന്നു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ പ്രിവെൻഷന് ആൾക്കാർ പൈസ ചിലവാക്കാൻ തയ്യാറല്ല. ചെരുപ്പ് മാറ്റിയിടണം, ഇങ്ങനത്തെ ചെരുപ്പിട്ട് നടന്നാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന വരുന്നവരെ ആ ഒരു പ്രശ്നം വരുന്നവരെ നോക്കില്ല. കഴിഞ്ഞാൽ പിന്നെ 60,000 70,000 ചിലപ്പോൾ 1,00,000 ഒക്കെ ചിലവാക്കും. ഇത് സിമ്പിളായിട്ട് ചിലപ്പോൾ 3,000-4,000 രൂപയുടെ ചെരുപ്പിൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. താങ്ക് യു സർ. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ്. ജീവിതശൈലിയിൽ തുടങ്ങി നമുക്ക് അസുഖം വരാതെ എങ്ങനെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പാദസംരക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരെ ഡോക്ടർ വിശദമാക്കി. ഈ വേൾഡ് ഡയബറ്റിസ് ഡേ എല്ലാവർക്കും ഉപകാരപ്രദമായ എപ്പിസോഡായിരിക്കും ഇതുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.